നാരായണ എന്ന മന്ത്രമാണെന്ന് പോലും അറിയാതെ അജാമിളൻ എന്ന ഒരു മഹാഭാവി ഒരു പ്രാവശ്യം പറഞ്ഞതേയുള്ളൂ അയാൾക്ക് മഹാവിഷ്ണുവിൻ്റെ സാക്ഷാത്കാരം ലഭിക്കുകയും സായുജ്യം പ്രാപിക്കുകയും ചെയ്തു. അപ്രകാരം നോക്കുമ്പോൾ ഭാഗവതം പാരായണം ചെയ്യുന്ന ഒരു വ്യക്തി എത്രമാത്രം പുണ്യവാനായിരിക്കും. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവത കീർത്തനത്തിൻ്റെ 4-ാം പാദത്തിൽ ഭഗവാന്റെ 10 അവതാരങ്ങളെയും ഓരോന്നായി എടുത്തു പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ തൃപ്പാദ പത്മങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ ഭക്തന്മാരെ ഭക്തിയുടെ എല്ലാ പടവുകളും താണ്ടി അവസാനം ഈശ്വരൻ്റെ തൃപ്പാദ പത്മങ്ങളിൽ വിലയം പ്രാപിക്കുന്ന സവിശേഷമായ അനുഭൂതി നൽകുന്നതിന് ഈ മഹത്വമേറിയ കീർത്തനത്തിന് സാധ്യമാകുന്നുണ്ട്. കല്യാണമാർന്ന ഹരിലീലാമൃതം നൃവര ചൊല്ലാം കുറഞ്ഞതു ചെവിക്കൊള്ളുക പാപഹരം എല്ലാം പറഞ്ഞിടുവതില്ലാരുമെന്നറിക നല്ലൊരു വിഷ്ണുകഥ നാരായണായ നമഃ. അല്ലയോ മഹാരാജാവേ, മംഗളകരവും അമൃതന് തുല്യവുമായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ ലീലകളെ പറയാം, അവിടുന്ന് കേട്ടാലും. മഹാവിഷ്ണുവിൻ്റെ കഥകളെല്ലാം പറയാൻ ആർക്കും തന്നെ സാധ്യമല്ല എന്നുള്ളതും അങ്ങ് അറിയേണ്ടതാണ്. കാര്യങ്ങൾ കർത്തൃകരണം കാരണം ക്രിയകൾ കാലസ്വരൂപി ഹരി തൻ്റെ വിലാസമിത് വീര്യങ്ങൾ ചേരും അവതാരങ്ങളുണ്ടു പല കാര്യാനുരൂപി ഹരി നാരായണായ നമഃ. ചെയ്യേണ്ടതും ചെയ്യുന്നവനും ചെയ്യാനുള്ള ഉപകരണവും കാരണവും കർമ്മവും എല്ലാം കാലസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ ലീലാവിലാസങ്ങൾ തന്നെയാകുന്നു. ഓരോ കാര്യത്തിനും അതിന് അനുസൃതമായിട്ടുള്ള ശക്തിയോടുകൂടി രൂപമെടുത്ത അവതാരങ്ങൾ പലതും ഉണ്ട്. കിട്ടാഞ്ഞുവേദം ഉഴലുന്നേരമാദികവി പെട്ടെന്നു മത്സ്യവടിവായി കൃപാജലധി പൃഷ്ഠേ ധരിച്ചു ജലധൗകൂർമ്മരൂപിദിവി തട്ടും മഹാഗിരിയെ നാരായണായ നമഃ. പണ്ട് ബ്രഹ്മദേവന്റെ പക്കൽ നിന്നും വേദങ്ങൾ അപഹരിച്ചുകൊണ്ട് സമുദ്രത്തിൽ പോയി ഒളിച്ച ഹയഗ്രീവാസുരനെ വധിക്കുന്നതിനായി ഭഗവാൻ മത്സ്യരൂപമായിട്ട് അവതാരമെടുത്തു. അതുപോലെ പാലാഴി മഥന സമയത്ത് സമുദ്രത്തിൽ താഴ്ന്നുപോയ മന്ദരപർവ്വതത്തെ ഉയർത്തുന്നതിനായിട്ട് ഭഗവാൻ കൂർമ്മമായി അവതരിച്ചിട്ടുമുണ്ട്. കീറിക്കളഞ്ഞ കിറുകൊണ്ടം മഹാസുരനെ വാരാഹസിംഹമുയരത്താക്കി ഭൂമിയെയും നാരായണാക്ഷരവിരോധിക്കു മൃത്യു നരസിംഹോ ഭവത്തദനു നാരായണായ നമഃ. തേറ്റകൊണ്ട് ഹിരണ്യാക്ഷനെ പിളർന്നെറിഞ്ഞ് ഭൂമിയെ ഉയർത്താൻ പന്നിയായിട്ടും നാരായണൻ എന്ന അക്ഷരങ്ങളോടുപോലും വിരോധം കൈക്കൊണ്ട ഹിരണ്യകശിപുവിനെ വധിക്കുന്നതിനായിട്ട് നരസിംഹമായും ഭഗവാൻ അവതരിച്ചു. കുറ്റം വരാതെ ബലിയാഗത്തിൽ മാണിവപുരറ്റം വരാതുലകുവീണ്ടേഷമുച്ചുവടായി വില്ലാളിമാരയുധി 37 വട്ടമിഹ കൊന്നോരു രാമഹരി നാരായണായ നമഃ. മഹാബലിയുടെ യാഗസ്ഥലത്തു ചെന്ന് 3 ലോകവും 3 അടിയായി അളക്കുന്നതിന് വാമനനായി അവതരിച്ചതും വില്ലാളി വീരന്മാരായിട്ടുള്ള ക്ഷത്രിയരെ 21 പ്രാവശ്യം വധിക്കുന്നതിനു വേണ്ടി പരശുരാമനായി അവതാരം പൂണ്ടതും ഭഗവാൻ തന്നെയാകുന്നു. കൂട്ടം നിശാചരരുടെ രാവണാദികളെ മൂട്ടോടു കൊല്ലുവതിനായി രഘുപ്രവരൻ വാട്ടം വരാതെ ബലഭദ്രാകൃതിം തടവി നാട്ടിന്നു നല്ലതിക നാരായണായ നമഃ. ദുഷ്ടന്മാരായ രാക്ഷസന്മാരെ ഉന്മൂലനാശം ചെയ്യുന്നതിനു വേണ്ടി ഭഗവാൻ രഘുവംശത്തിൽ ശ്രീരാമനായി അവതരിച്ചു. നാട്ടിൽ നന്മ വരുത്തുന്നതിനായി പിന്നീട് ബലഭദ്രനായിട്ടും പിറന്നു. കൽപ്പേറിയോരു യദുവംശേ പിറന്നു ഹരി
മുപ്പാരുമേവ പരിപാലിച്ചു കൃഷ്ണനഥ. അപ്പാഴരെ കലിയുഗാന്തേ വധിച്ചിടുവതുൽപ്പന്ന കൽക്കിതനു നാരായണായ നമ. 3 ലോകങ്ങളെയും പരിപാലിക്കുന്നതിനായി ഭഗവാൻ ശ്രീകൃഷ്ണനായി യാദവ വംശത്തിൽ അവതരിച്ചു. കലിയുഗത്തിൻ്റെ അവസാനത്തിൽ ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നതിനു വേണ്ടി കൽക്കിയായി ഭഗവാൻ അവതരിക്കുകയും ചെയ്യും. കേട്ടന്നരാധിപനി വണ്ണം രമേശ കഥ പെട്ടെന്നുറച്ചു ഭഗവദ്രൂപം ഉള്ളിലഥ. കഷ്ടം കടിച്ചു മുനിവാക്യേന തക്ഷകനും ഇഷ്ടം നൃപന്നതിഥ നാരായണായ നമ. ഇപ്രകാരം ഭഗവാന്റെ അവതാരലീലകൾ കേട്ട പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ഹൃദയത്തിൽ ഭഗവാന്റെ രൂപം അടിയുറച്ചു. മുനിയുടെ ശാപത്താൽ തക്ഷകൻ രാജാവിനെ ദംശിച്ചുവെങ്കിലും രാജാവിന് അത് അഹിതമായി തീർന്നില്ല. കൈവല്യമായളവു വന്നരാധിപനു ദിവ്യം പെരും പറമുഴങ്ങി ഗഭീരരവം. ഈ വണ്ണമില്ലൊരുവനെന്നും പുകഴ്ന്നു മുനിവൃന്ദം നടന്നു ഹരിനാരായണായ നമ. അങ്ങനെ രാജാവിന് മോക്ഷം സിദ്ധിച്ചു. ദേവന്മാർ പെരുമ്പറ മുഴക്കി. ഇങ്ങനെ മറ്റാരും ഉണ്ടായിട്ടില്ല എന്ന് പരീക്ഷിത്തിനെ പുകഴ്ത്തിക്കൊണ്ട് മഹർഷിമാർ അവിടെ നിന്നും യാത്രയാവുകയും ചെയ്തു. കൊണ്ടാടുവോർക്കുമിതു കേൾക്കുന്നവർക്കുമുടൻ ഉണ്ടായി വരും ഗതി പരീക്ഷിത്തിനെന്ന വിധം. പണ്ടേ മഹാമുനി ചമച്ചു പുരാണമതുകൊണ്ടെന്നതോർക്ക ഹരി നാരായണായ നമ. ഇപ്രകാരം ശ്രീ പരീക്ഷിത്ത് മഹാരാജാവ് കേട്ട് സായുജ്യമടഞ്ഞിട്ടുള്ള ഈ ഭഗവാന്റെ അവതാരലീലകൾ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും സദ്ഗതി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിനുവേണ്ടിയാണ് മഹാമുനിയായിട്ടുള്ള വേദവ്യാസ ഭഗവാൻ ഭാഗവത പുരാണം നിർമ്മിച്ചത് എന്ന് ഓർമ്മിക്കുക. കോർത്തോരു സൂക്തിമണി പോലുള്ള ഭാഗവതം ഓർത്താലിതിന്നു സമമില്ലൊന്നുമെന്നറിക. തീർത്ഥങ്ങൾ കൊണ്ടും ഒഴിയാതുള്ള പാപമതു തീർത്തിടുമെന്നറിക നാരായണായ നമ. സുഭാഷിതങ്ങളാകുന്ന മുത്തുകളാൽ കോർത്തെടുത്തവയാണ് ശ്രീമദ് ഭാഗവത മഹാപുരാണം. ഇതിനു തുല്യമായിട്ട് വേറെ ഒന്നും തന്നെയില്ല. പുണ്യതീർത്ഥങ്ങൾ കൊണ്ട് നശിക്കാത്ത പാപത്തെപ്പോലും ശ്രീമദ് ഭാഗവതം നശിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൗതൂഹലം മനസി മറ്റൊന്നിലിത്രനഹി വേദാന്തസാരമതു കേൾപ്പുണ്ടു ഭാഗവതം. വേദം വ്യസിച്ച മുനിമോദം വരാഞ്ഞു പുനരേതച്ചകാരകില നാരായണായ നമ. മനസ്സിൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ശ്രവണം കൊണ്ട് ഉണ്ടാകുന്നിടത്തോളം ആനന്ദം, അനുഭൂതി എന്നിവ മറ്റൊന്നുകൊണ്ടും ലഭിക്കുന്നതല്ല. അത് വേദാന്തത്തിൻ്റെ സാരം തന്നെയാണ്. ഭഗവാൻ വേദവ്യാസന് വേറൊന്നുകൊണ്ടും സന്തോഷം കിട്ടാതെ വന്നപ്പോൾ നിർമ്മിച്ചതാണ് ശ്രീമദ് ഭാഗവതം. കല്ലോലിനീരമണ കല്യാകൃതേരുചിരഭുല്ലാരവിന്ദരുചിപാദം ജയിക്കതവ. എല്ലാം പറഞ്ഞിടുവതില്ലാരുമെന്നറിക ചൊല്ലാർന്നനന്ദകഥ നാരായണായ നമ. സമുദ്രത്തിൻ്റെ നിറം പോലെ നീല നിറമുള്ളവനെ, മനോഹരമായി വിടർന്ന താമരപ്പൂവിനു തുല്യമായ അങ്ങയുടെ തൃപ്പാദ പത്മങ്ങൾ വിജയിക്കുമാറാകട്ടെ. അവസാനമില്ലാത്തതായ അങ്ങയുടെ അവതാര കഥകളെല്ലാം പറയാൻ ആർക്കും കഴിയുന്നതല്ല. നാരായണായ നമ എന്നുള്ള മന്ത്രപദമാരെങ്കിലും ജപതു ചേരും മുകുന്ദപദം.
തീരാത സംസ്രതി വിഷം തീരുമെന്നറിക മാലോകരേ ജപത നാരായണായ നമ. നാരായണായ നമ എന്ന മഹാമന്ത്രം ആര് ജപിച്ചാലും അവർ ഭഗവത് പാദങ്ങളിൽ തന്നെ ചെന്നുചേരും. മറ്റൊന്നുകൊണ്ടും നശിക്കാത്തതായ ഈ സംസാരവിഷം അതോടെ അവസാനിക്കുകയും ചെയ്യും. മഹാലോകരെ, നിങ്ങൾ നാരായണ മന്ത്രം എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുവിൻ. ഇപ്രകാരം ശ്രീമദ് ഭാഗവത കീർത്തനത്തിൻ്റെ 4-ാം പാദവും അവസാനിക്കുകയാണ്. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.